കൂരിയാട് ടാറിംഗ് വർക്കും കഴിഞ്ഞു തുടങ്ങി. ഇനി അവസാന മിനുക്ക് പണിയിലേക്ക്. കൂരിയാട് പാടത്തെ പുതിയ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങി. ഇനി ഒരു 10% വർക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഡ്രോൺ വഴി നിങ്ങളെ കാണിക്കുകയാണ്. പാടത്ത് ആ കനാലിൻ്റെ ആ ഏരിയയിൽ നിന്ന് കനാൽ വരെയായിരുന്നു വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. 3 ചാലായിട്ട് അതിൻ്റെ മുകളിൽ ഗർഡർ സ്ഥാപിച്ചിട്ടാണ് ഇപ്പോൾ വർക്കുകൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ റോഡിൻ്റെ ഇടത് ഭാഗത്ത് 3 ലൈൻ ടാറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ മാസ്റ്റിക് ഗാർഡ് വിരിച്ച് അതിൻ്റെ പണികളും അവസാന ഘട്ടത്തിൽ അത് കഴിയുന്നതോടെ ടാറിംഗ് വർക്കിലേക്ക്. അങ്ങനെ കൂരിയാട് നമ്മുടെ കുളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ കൂരിയാട് പാടം വരെ ആദ്യത്തെ പുതുതായിട്ടുണ്ടാക്കിയ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതാണ്. അതിനുശേഷമുള്ള വർക്കുകളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് അണ്ടർപാസ് വരെയുള്ള ഫ്ലൈ ഓവർ വയഡക്റ്റ് ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ആ മനോഹരമായ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ ഏരിയയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 3 ലൈൻ കംപ്ലീറ്റ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ അടിഭാഗത്ത് കാണുന്ന സർവീസ് റോഡ്. അപ്പോൾ പാലത്തിൻ്റെ തൂണ് കൊടുത്ത് പില്ലറ്, പിയർ ക്യാപ്പ്, ഗർഡർ ലോഞ്ചിങ്, പിന്നീട് കോൺക്രീറ്റ് വർക്ക്, മാസ്റ്റിക് ബേഡ്, അങ്ങനെ 3 ലൈൻ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയ ആ ഒരു ഏരിയയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിലെത്തിയിട്ട് അവിടുന്ന് ഒന്നുകൂടി താഴ്ത്തിയിട്ട് എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് കാണിച്ചേട്ടോ. നമ്മൾ ഡ്രോൺ ഒന്നുകൂടി താഴ്ത്തിയിട്ട് വളരെയധികം ഒരാളെ 1-2 ഹൈറ്റ് എടുത്താണ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ കാണുന്ന അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറഞ്ഞൊരു വർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിന് ടച്ചാക്കണ ലേശം ഒരു ചെറിയ വർക്ക്. അതോടെ ആ ഭാഗത്ത് മാസ്റ്റിക് ബേഡ് വിരിച്ച് ടാറിംഗ് വർക്കിലേക്ക് ആണ് ഇനി പോകാനുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ കൂരിയാട് ആ വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഒരു സൂപ്പർ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ കൂരിയാട് ഇരുവശത്തെ സർവീസ് റോഡ് നമുക്കറിയാം, വാഹനങ്ങളൊക്കെ അത് കടന്നു പോകുന്നുണ്ട്. എന്നാലും മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്തത് കൊണ്ട് തന്നെ വാഹന ഗതാഗത കുരുക്കാണ്. കുളപ്പുറം മുതൽ കൂരിയാട് വേങ്ങര ഭാഗത്തേക്കും അതുപോലെ കൂരിയാട് കടലുണ്ടി പുഴപ്പാലത്തിൻ്റെ അവിടെ നിന്ന് കക്കാട് ഭാഗത്തേക്ക് വളരെ തിരക്കാണ്. നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു തിരക്കിന് ഒഴിവാകുമ്പോൾ കേട്ടോ ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതോടെ ഇപ്പോൾ നോക്കി നിങ്ങൾ നല്ല താഴത്ത് നല്ല കറുത്ത റോഡിലെ ആ ഡിവൈഡറിൻ്റെ ഒക്കെ കട്ടി വെക്കുകയാണ് സെൻറ്ററത്തെ. അതുപോലെ മാസ്റ്റിക് ബേഡ് വിരിച്ച് അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് വിറ്റമിൻ സ്പ്രേ ചെയ്ത് ആ കെമിക്കലൊക്കെ ഒഴിച്ച് ഒട്ടിച്ച് ലാസ്റ്റ് ഈ പാടത്തെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കനാലിൻ്റെ ഭാഗത്ത് ഈ കുറഞ്ഞ ഏരിയയിൽ മാസ്റ്റിക് ബേഡ് വിരിക്കുന്ന വർക്കുള്ളൂ. അതും കൂടി കംപ്ലീറ്റ് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഏകദേശം നമ്മളെ കുളപ്പുറം വാഹന ഗതാഗത കുരുക്കിലൊക്കെ മാറ്റം വരാൻ പോവാണ്. കൂരിയാട് ഈ ഭാഗത്ത് നമുക്കങ്ങനെ കോഴിക്കോട് നിന്നൊക്കെ ഇങ്ങോട്ട് മിനിറ്റുകൾ കൊണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഏരിയയിലെത്തി കഴിഞ്ഞാൽ പിന്നീട് അരമണിക്കൂറും 20 മിനിറ്റും 1 മണിക്കൂറൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന ഏരിയയാണ് ഈ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകാൻ പോകുന്ന അവസാന ഘട്ട മിനുക്ക് പണിയിലേക്കാണ് കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ഈ ടാറിങ് ചെയ്ത് കൊടുത്ത് ഈ ഗർഡറിന് ഓരോ ഗർഡറിൻ്റെ നീളത്തിനനുസരിച്ചുള്ളൊരു കട്ടിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ രണ്ടാമത് കട്ട് ചെയ്തെടുത്ത് അവിടെ കമ്പിയൊക്കെ കൊടുത്ത് വീണ്ടും നല്ല തിക്നെസ്സിൽ അത് വെൽഡ് ചെയ്ത് പിന്നീട് ആ ഒരു ഏരിയയിൽ ഒരു കോൺക്രീറ്റ് വർക്ക് ഉണ്ട്. ഒരു വെൽഡിങ് വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഇതൊന്ന് ബലപ്പെടുത്താനുള്ള ഒരു വർക്ക്. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ വർക്കുകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ച നമ്മൾ ഡ്രോൺ വഴി നിങ്ങളെ കാണിക്കണം. അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്ത് മാസ്റ്റിക് ബേഡ് വിരിക്കുന്ന വർക്കുകളും അവസാനഘട്ട മാസ്റ്റിക് ബേഡ് വിരിക്കുന്ന വർക്കുകളും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴികളിൽ ഈ കാണുന്ന ബ്ലാക്കായി നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഇനി അത് വിരിക്കുന്നവർക്ക് ഉള്ളൂ. അതോടുകൂടി ഈ ഏരിയയിൽ ഇനി ടാറിംഗ് വർക്ക് ഉടനെ നടക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺക്രീറ്റ് ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞൊരു വീട് കാണിച്ചിരുന്നു. കോൺക്രീറ്റ് ഇട്ട ഭാഗം വെള്ളമൊക്കെ അടിച്ചത് ക്ലീനാക്കി പൊടിപടലങ്ങളൊക്കെ അവിടുന്ന് ക്ലീൻ ചെയ്യുന്ന വർക്കുകളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മാസ്റ്റിക് ബേഡ് വിരിച്ച് ഈ ഒരു ഏരിയയിലെത്തി. ഇനി ഈ കാണുന്നൊരു 50 മീറ്റർ നീളത്തിലുള്ള ഇതിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കാനുള്ള അതും കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കണ്ടതുപോലെ ടാറിംഗ് വർക്കിലേക്ക് കടക്കും. പിന്നീട് ട്രാക്ക് 3 ലൈൻ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ, അതുപോലെ 3 ലൈൻ റോഡിൻ്റെ സൈഡ് ഭാഗത്ത് ബാരിയറിൻ്റെ താഴ് ഭാഗത്ത് ഏകദേശം ഒരു 5 മീറ്റർ 6 മീറ്ററിൻ്റെ നീളത്തിൽ ഡ്രെയിനേജ് വെള്ളം താഴേക്ക് പോകുന്നുള്ള ഹോൾസ് അതിൻ്റെ വർക്കുകൾ നല്ല വീതിയിലാണ് ഇവിടെ നല്ല സ്ക്വയറിൽ നല്ല വീതിയിലാണ് ഒരാൾക്ക് അങ്ങോട്ട് പോകുന്ന രീതിയിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മളിതാ ഇനി ഈ ഏരിയയിലാണ് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയ മുന്നേ വർക്ക് പൂർത്തീകരിച്ചൊരു ഏരിയ. ഇതിനോടൊപ്പിച്ചങ്ങ് ടാറിങ് കഴിഞ്ഞാൽ നമ്മളെ കുളപ്പുറത്തുനിന്ന് കൂരിയാട് പനമ്പ് നമ്മൾ പറഞ്ഞ കക്കാട് ഭാഗം വരെയുള്ള വാഹനങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഇനി കടന്നു പോകാൻ പറ്റും. വാഹന ഗതാഗതത്തിന് പൂർണ്ണമായി മാറ്റം വരും. പിന്നീട് നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ പോകുന്നത് കഴിഞ്ഞാൽ എത്രയോ വളാഞ്ചേരി തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ
വളരെ സുഖകരമായിട്ട് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ കഴിയും. ഈ ഒരു ഭാഗത്താണ് ആളുകൾക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ ഇവിടെ ബ്ലോക്കായി എത്രത്തോളം സമയമെടുക്കും പോകാൻ എന്നുള്ളതിൽ. കാരണം ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാകാറില്ല. ഒരു രാവിലെ 10 മണി അല്ലെങ്കിൽ വൈകിട്ട് 3-4 മണി 5 മണി ആ സമയത്താണ് കൂടുതലായിട്ടും ഇവിടെ വാഹന ഗതാഗത കുരുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും ശമനം ഉണ്ടാകാൻ പോവുകയാണ്. പണികൾ കഴിഞ്ഞു. അവസാനം ഇപ്പോൾ കേന്നാസിൽ അതുപോലെ വാഹനങ്ങളൊക്കെ പോയി അങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഈ ഭാഗത്തെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആവുന്നതോടെ വളരെ സുഖമായിട്ട് വാഹനങ്ങൾ ഓടിത്തുടങ്ങും. അപ്പോൾ അതിൻ്റെ അവസാന മിനുക്ക് പണിയുടെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചത്. അടിഭാഗത്ത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ മുന്നേ നമുക്കറിയാം ഇരുവശത്തും സൈഡ് ബ്ലോക്കിൽ കെട്ടി ഉയർത്തി മറ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റാത്തതിൽ ആ ഭാഗവും ഈ ഭാഗവും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. വയഡക്റ്റ് ബ്രിഡ്ജ് വന്നതോടുകൂടി ആളുകൾക്ക് അടിഭാഗത്തു കൂടിയും വാഹന പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ സുഖകരമാവും. പ്രത്യേകിച്ച് നമുക്കറിയാം ഫ്ലൈ ഓവർ അല്ലെങ്കിൽ വയഡക്റ്റ് ഇതുപോലെ പാലങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ അടിഭാഗത്ത് വാഹനം നിർത്താൻ കഴിയും. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ കോഴിക്കോട് ഭാഗത്ത് പല സ്ഥലങ്ങളിലും നമുക്കറിയാം രാമനാട്ടുകര വയഡക്റ്റ് ബ്രിഡ്ജാകട്ടെ അതുപോലെ തൊണ്ടയാട് ആ ഭാഗത്തൊക്കെ ഫ്ലൈ ഓവറുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സുഖകരമാവും ഫ്ലൈ ഓവർ വന്നാൽ. അപ്പോൾ കൂരിയാടിനെ സംബന്ധിച്ചിടത്തോളം ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വാഹനങ്ങൾ സുഖകരമായി കടന്നു പോകാനും റോഡിലൂടെ കടന്നു പോകാനുള്ള എല്ലാം സെറ്റായി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞ് കക്കാട് കടലുണ്ടിപ്പുഴ ഭാഗം വരെയുള്ള ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു കുരിയാട് എന്തായി ടാറിംഗ് വർക്കുകളൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെടാതെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കണേ. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ ഇൻഷാ അല്ലാഹ്.